ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനവുമായിട്ട് അല്പനേരം നമുക്ക് ചേർന്നിരിക്കാൻ വീണ്ടും ദൈവം അവസരം തരികയാണ്. എത്ര കാലം ഇങ്ങനെയൊക്കെ പോകും നമുക്കറിയാൻ പാടില്ല. കർത്താവ് എന്ന് വരുമെന്ന് നമുക്കറിയില്ല. നമ്മുടെ ഓരോരുത്തരുടെയും മരണം എപ്പോഴാണെന്ന് നമുക്കറിയാൻ പാടില്ല. എല്ലാം നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്ത വിഷയമായതുകൊണ്ട് സമയം തക്കത്തിൽ ഉപയോഗിക്കുക. ദൈവത്തിന് സ്തോത്രം. നമുക്ക് യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം വായിക്കാം. എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇംഗ്ലീഷിൽ അത് പറയുന്നത് അല്പം വെളിച്ചം ശേഷിച്ചിരിക്കുന്നുണ്ട്, ഇരുട്ടാകാൻ പോവുകയാണ്. ഒരു വലിയൊരു അന്ധകാരത്തിൻ്റെ സമയം വരാൻ പോവുകയാണ്. ഒരു വലിയ കൂരിരുട്ട് വ്യാപരിക്കാൻ പോവുകയാണ്. അത് പല അർത്ഥങ്ങൾ അതിനകത്തുണ്ട്. അല്പം വെളിച്ചം, കർത്താവ് പറഞ്ഞു വെളിച്ചമുള്ളിടത്തോളം കാലം നിങ്ങൾ വെളിച്ചത്തിൽ നടപ്പീൻ. കർത്താവിൻ്റെ കൂടെ നടക്കുന്നതാണ് ഈ വെളിച്ചം എന്ന് പറയുന്നത്. കർത്താവ് വെളിച്ചം കാണിച്ചു തരുന്നുണ്ട്, ശരിയായ പാത കാണിച്ചു തരുന്നുണ്ട്, ശത്രു തൊടാത്തതായ ഒരു വഴി കാണിച്ചു തരുന്നുണ്ട്. അത് യേശു ഉണ്ടെങ്കിൽ വെളിച്ചമുണ്ട്. വെളിച്ചം ഉള്ളിടത്തോളം കാലം ഇരുളിനെ പേടിക്കേണ്ട ആവശ്യമില്ല. വെളിച്ചമുള്ളിടത്തോളം കാലം നിങ്ങൾ ഈ വെളിച്ചത്തിൽ നടക്കുക. ഇരുള് വരാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവർ, പകലിന് കുറേ ഒരു 12 മണിക്കൂറെങ്കിലും മിനിമം വെളിച്ചമുണ്ട്. അത് ആവുമ്പം അത് ഫേഡ് ചെയ്യും, രാത്രിയാവും. രാത്രിയുടെ പരിമിതികളൊക്കെ നമുക്കറിയാം. നമ്മൾ എവിടെയെങ്കിലും ഒരിടത്തിരുന്ന് വെട്ടമുള്ളിടത്തിരിക്കുന്നു, ഉറങ്ങാൻ ലൈറ്റ് ഓഫ് ചെയ്യുന്നു, ഒക്കെ ശരി തന്നെ. പക്ഷേ പറയുന്നു ആർക്കും പ്രവർത്തിച്ചുകൂടാത്തൊരു രാത്രി വരുന്നു. കർത്താവ് തന്നെ വാഗൊണ്ട് പറയുന്നതാണ്, ഓരോ മനുഷ്യനും ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, എന്നെ സംബന്ധിച്ച് ഒരു രാത്രി വരാൻ പോകുന്നു. അത് ഒന്നുകിൽ മരണമാകാം, അല്ലെങ്കിൽ കർത്താവിൻ്റെ 2ാമത്തെ വരവിൻ്റെ ആ സമയമാകാം. ഇത് രണ്ടും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഒരു സ്ത്രീ പ്രസവവേദന എപ്പോൾ സംഭവിക്കുമെന്ന് അറിയാൻ പാടില്ലാത്തതുപോലെ കള്ളൻ എപ്പോൾ വീട്ടിലേക്ക് കടന്നു വരുമെന്ന് അറിയാൻ പാടില്ലാത്തത് കൊണ്ട് നിങ്ങളും കർത്താവിൻ്റെ 2ാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങുക. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്നാൽ പിശാച് ചെയ്യുന്ന ഏറ്റവും വലിയ പരിപാടി എന്നാന്ന് ചോദിച്ചാൽ ഇത് നമ്മുടെ ജീവിതത്തിൽ മാറ്റിക്കളയും. രാവിലെ എഴുന്നേറ്റ് നമ്മൾ ജോലിക്കായി പോകുമ്പോൾ ഏത് സമയത്ത് മരണം വരുമെന്ന് ആരെങ്കിലും ചിന്തിക്കുമോ? ഭയപ്പെടുത്താൻ പറയുന്ന കാര്യമല്ല. വരാം. 2 പേര് കിടക്കൽ കിടക്കും, ഒരാളെ എടുക്കും, ഒരാളെ ഉപേക്ഷിക്കും. 2 പേര് തിരികെ പിടിച്ചുകൊണ്ടിരിക്കും, ഒരാളെ എടുക്കും, ഒരാളെ ഉപേക്ഷിക്കും. 2 പേര് ഒരേ വയലിൽ പണിതുകൊണ്ടിരിക്കും, ഒരാളെ എടുക്കും, ഒരാളെ ഉപേക്ഷിക്കും. ദൈവത്തിന് മാറ്റമില്ലാത്ത വചനമാണ് പറയുന്നത്. നമ്മൾ ജോലി ചെയ്യുന്നതല്ല വിഷയം. നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ലാക്ക് എന്താണ്, ലക്ഷ്യം എന്താണ്? അരച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരിയാണ്, അരച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം, ശരിയാണ്. പക്ഷെ നമ്മുടെ ഹൃദയം എവിടെയാണ്? നമ്മുടെ ലാക്ക് എന്താണ്? നമ്മുടെ ലക്ഷ്യം എന്താണ്? കിടക്കയിൽ കിടക്കുന്നു, 2 പേര് കിടക്കയിൽ കിടക്കുന്നു, കിടക്കയിൽ ഉറങ്ങുന്ന വരെയുള്ള നമ്മുടെ സമയം എന്താ ചിന്താഗതി? ഇന്ന് പകൽക്കാലം എന്തൊക്കെ സംഭവിച്ചു? എവിടെയൊക്കെ ശത്രു അവകാശം പറഞ്ഞു? എവിടെയൊക്കെ ഞാൻ കർത്താവിൻ്റെ സാന്നിധ്യം മറന്നുപോയി? എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നോ? അവൻ്റെ കരം പിടിക്കാൻ ഞാൻ കൊതിച്ചോ? കർത്താവിൻ്റെ കൂടെയാണോ ഞാനിന്ന് ജോലി ചെയ്ത്? എന്നെ നോക്കി എൻ്റെ കർത്താവ് സന്തോഷിക്കുകയായിരുന്നോ, ദുഃഖിക്കുകയായിരുന്നോ? എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതൊക്കെ ചിന്തിക്കാൻ കിടക്കുന്നതിന് മുമ്പ് ഒന്ന് നോക്കാൻ പാടില്ലേ? ഇന്ന് എനിക്ക് ആരോഗ്യം തന്നു, ദൈവത്തിന് സ്തോത്രം. കണ്ണുകാഴ്ച തന്നു, ചെവി കേൾവി തന്നു, സംസാരിക്കാനുള്ള കൃപ തന്നു, നടക്കാനുള്ള കൃപ തന്നു, ജോലി ചെയ്യാനുള്ള കൃപ തന്നു, യാത്ര ചെയ്യാനുള്ള കൃപ തന്നു, എല്ലാം തന്നു. ദൈവത്തോട് എന്താ വല്ല നന്ദിയുണ്ടോ? എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഞാനൊരു സ്ഥലത്ത് ചെന്നു, 4-5 ക്യാൻസർ രോഗികൾ എൻ്റെ അടുത്ത് വന്നു. എന്തു പറയും പ്രിയപ്പെട്ടവരെ? ഒരു യോഗത്തിന് പോയത് ഒരു സ്ഥലത്ത് 5 പേരെൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു 4th സ്റ്റേജാണ്. എന്നെ പറയും, എന്തു പറയും? അപ്പോൾ ഞാനവിടെയുള്ള അതിൻ്റെ കൂട്ടായ്മ നടത്തുന്ന ആളെ വിളിച്ചു. കണ്ടോ, 4-5 പേര് പ്രയാസത്തിലാണ്. നിങ്ങളുടെ ഉത്തരവാദിത്വം എത്ര വലുതാണ്. അവരെ മരണത്തിന് വേണ്ടി ഒരുക്കാൻ സാധിക്കുന്നുണ്ടോ? ഞാൻ ചോദിച്ചതാണ്. അത് നെഗറ്റീവ് ചിന്തയല്ലേ? എന്നോട് പറയാം. ഞാൻ പറഞ്ഞു, അത് ഡോക്ടർമാരങ്ങനെ പറയും. ക്യാൻസറിൻ്റെ ചികിത്സ റെസിസ്റ്റൻസ് കൂടുമ്പോഴാണ് വരേണ്ടതെന്ന് പറയും. 4th സ്റ്റേജ് ആയിരിക്കുന്ന ഒരു ആളെ സംബന്ധിച്ച് നീ നെഗറ്റീവ് ചിന്തയാണോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളെ ആത്മാവിൽ ഒരുങ്ങുമോ? പറഞ്ഞു കൊടുക്കാമല്ലോ. ഞാൻ ആളെ വിളിച്ചിട്ട് പറഞ്ഞു വ്യക്തമായിട്ട്, ഇപ്പോൾ ലോകപ്രകാരം നോക്കിയാലും ഡോക്ടർമാരുടെ ഉപദേശം നോക്കിയാലും ഇനി വലിയ സാധ്യതയൊന്നുമില്ല. എന്തിനാണ്? മരണത്തിന് വേണ്ടി ഒരുങ്ങണം, ഇപ്പോഴെങ്കിലും ഒരുങ്ങണം. പിന്നെ കർത്താവ് ആയുസ് നീട്ടിത്തരികയാണോ? നല്ല കാര്യം, അത് കർത്താവിൻ്റെ കാര്യം. അത് ഞാനെങ്ങനെ പറയും? കർത്താവ് സൗഖ്യം തരുന്നു ഞാനെങ്ങനെ പറയും? എനിക്കെങ്ങനെ പറയാനുള്ള അധികാരമുണ്ടോ? ലോകപ്രകാരം നോക്കുമ്പോൾ ഇനി അധിക കാലമില്ല.
അവരെ ഒരുക്കാനുള്ള ഉത്തരവാദിത്വം. ഇതാ ഇരുട്ട് വരാൻ വരുന്നു, രാത്രി വരാതായിരിക്കുന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം, തീരാൻ പോവുകയാണ്, വിളക്ക് അണയാൻ പോവുകയാണ്. ആ സമയത്തെങ്കിലും ഒരു മാനസാന്തരം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഈ കൂട്ടായ്മ എടുത്തോണ്ട് എന്താ പറയണം? മരിച്ചു കഴിയുമ്പോൾ രീത്ത് കൊണ്ട് വെച്ചോണ്ട് വല്ല കാര്യമുണ്ടോ? ആ ആത്മാവ് മരിക്കുന്നതിന് മുമ്പ് ഒരുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കില്ലെന്ന് ഞാൻ ചോദിക്കണേ. പ്രിയപ്പെട്ടവരെ, 5 പേരെ കണ്ടപ്പോൾ എൻ്റെ മനസ്സങ്ങ് വിഷമിച്ചു പോയി. എന്ത് ചെയ്യും, എന്തവരോട് പറയും? ഞാൻ പറഞ്ഞു കൊടുത്തു, ഉള്ള കാര്യം പറഞ്ഞു കൊടുത്തു. ഇനിയെങ്കിലും ദൈവത്തെ പിടിക്കുക, ഇനിയെങ്കിലും ക്രൂസിൻ്റെ ഉള്ളിലേക്ക് ഇരിക്കുക, ഇനിയെങ്കിലും ഒന്ന് വിടാൻ നോക്കുക. പ്രിയപ്പെട്ടവരെ, എളുപ്പമല്ല. രോഗം വന്നു കഴിയുമ്പോൾ, രോഗത്തിൻ്റെ ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ കർത്താവിനെ കാണാൻ പറ്റില്ല, കർത്താവിന് സന്നിധിയിലേക്ക് ചെല്ലാൻ പറ്റില്ല. നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും രോഗസൗഖ്യം എന്നൊരു ചിന്ത മാത്രമേ വരികയുള്ളൂ. നമുക്കാണ് ആത്മാവിൻ്റെ കാര്യത്തൊക്കെ ചിന്തിക്കാൻ പറ്റിയില്ല. അത് തന്നെയല്ല, ആത്മാവിന് ഒരു കുഴപ്പമില്ലെന്ന് പിശാച് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ വെളിച്ചമുള്ളിടത്തോളം കാലം, ആരോഗ്യമുള്ള കാലത്ത്, ബുദ്ധിയുള്ള കാലത്ത്, കണ്ണ് കാണുന്ന അവസരത്തിൽ, വചനം കേൾക്കാൻ വരുന്ന സമയത്ത് നമ്മൾ ജീവനുള്ള ക്രിസ്തുവിലേക്ക് അടുത്ത് ചെല്ലുക. ആയുസ്സെല്ലാം തീർന്ന ശേഷം ദൈവത്തിന് ഈ ആളെ കൊണ്ട് എന്ത് പ്രയോജനം? ശരിയായിരിക്കും, ചിലപ്പോൾ വെളിച്ചത്തിൽ കടന്നു പോകുമായിരിക്കും. പക്ഷെ ദൈവത്തിന് ഈ ആളെ പ്രയോജനപ്പെടുത്താൻ പറ്റുമോ? ഈ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ പറ്റുമോ? ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? യൗവനക്കാരുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കാൻ പറ്റുമോ? ഒരു ക്രിസ്തു ഉണ്ട്, ആ ക്രിസ്തു ജീവിക്കുന്നുണ്ട്, ആ ക്രിസ്തുവിൻ്റെ ചങ്കിലുണ്ട്, ആ ക്രിസ്തു എനിക്ക് സമാധാനം തരുന്നു. ഞാൻ നിങ്ങളെപ്പോലെ തകർന്നറിഞ്ഞ് ജീവൻ നയിച്ച മനുഷ്യനാണ്. അതിൽ നിന്നൊക്കെ എനിക്ക് വേർപെടാൻ കഴിഞ്ഞു. ഒരു വലിയ സമാധാനം എനിക്ക് ലഭിക്കുന്നു. പാപത്തോട് എനിക്ക് അല്പം പോലും താല്പര്യമില്ല. ഞാൻ എല്ലാം വിട്ടു പിരിഞ്ഞവനാണ്, വില കൊടുത്ത് ഞാൻ വാങ്ങിച്ചവനാണ്. എനിക്ക് ഒരു നാൾ നഷ്ടപ്പെടുകയില്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം പറയാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരെ, ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? മരിക്കാൻ നേരം എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാകില്ല. കാരണം അവരുടെ ഉള്ളിൽ, ഹൃദയത്തിൽ കയറിയിരിക്കുന്ന കാര്യം സൗഖ്യമാണ്. ഇനി കുറേ നാൾ കൂടെ ജീവിച്ച എന്തോ പ്രയോജനം? നല്ല ഭാഗം കൂട്ടായ്മയിൽ വന്നു. എനിക്കറിയാം, ഇവരൊക്കെ കൂട്ടായ്മക്കാരാ, പക്ഷെ ആശവറ്റരായി നിൽക്കുകയാണ്. പക്ഷേ ഇടയ്ക്ക് അവർ പറയുന്നുണ്ട്, എന്നെ കുഴപ്പമൊന്നുമില്ല, അങ്ങ് സ്വർഗത്തിൽ പോകുമെന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എന്താണ് സ്വർഗം? ശുദ്ധീകരണം പ്രാപിച്ചുവോ? പാപം വരുന്നുണ്ടോ? ഭാരം വരുന്നുണ്ടോ? ആകുലം വരുന്നുണ്ടോ? ടെൻഷൻ വരുന്നുണ്ടോ? നിരാശ വരുന്നുണ്ടോ? ഒന്ന് ചിന്തിച്ച് നോക്ക്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഓരോരുത്തരായി കടന്നു പോവുകയാണ്. ഇരുള് ബാധിക്കുകയാണ്, ഇരുള് വ്യാപരിക്കുകയാണ്. എന്നാൽ അല്പം ഒരു വെളിച്ചം ഇപ്പോൾ ഉണ്ട്, ഒരല്പം വെളിച്ചം. ആ സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. യെരമ്യാ പ്രവചനം 8-ാം അധ്യായത്തിന് 20-ാമത്തെ വാക്യം എനിക്കെപ്പോഴും ഞാൻ പറയാറുള്ളൊരു വാക്യമാണ്. കൊയ്ത്ത് കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു, നാമോ രക്ഷിക്കപ്പെട്ടതുമില്ല. കൊയ്ത്തും ഫലശേഖരവും എല്ലാം കഴിഞ്ഞു. പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പ്രിയപ്പെട്ടവരെ, നല്ല കാലമുണ്ടായിരുന്നു. വിത്ത് വിടാൻ വേണ്ടി കളമൊരുക്കുന്നൊരു കാലമുണ്ടായിരുന്നു. വിത്ത് ഇട്ട ശേഷം നനയ്ക്കുന്നൊരു കാലമുണ്ടായിരുന്നു. അത് കീടങ്ങൾ വരാതെ കാക്കുന്നൊരു കാലമുണ്ടായിരുന്നു. കതിർ വരുന്നൊരു കാലമുണ്ടായിരുന്നു. അത് നന്നാകുന്നൊരു കാലമുണ്ടായിരുന്നു. കൊയ്ത്ത് കഴിഞ്ഞാൽ തീർന്നില്ലേ? എല്ലാം തീർന്നില്ലേ? പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ലോ ഉണ്ടോ? അവിടെ പ്രത്യേകം പറയുന്നൊരു കാര്യമുണ്ട്. ഗിലെയാദിൽ വൈദ്യനില്ലയോ? അവിടെ സുഗന്ധ തൈലമില്ലയോ? എൻ്റെ ജനത്തിൻ്റെ പുത്രിക്ക് രോഗശമനം വരാത്തത് എന്ത്? കൊയ്ത്ത് കഴിഞ്ഞു, ഫലശേഖരം കഴിഞ്ഞു, നാമോ രക്ഷിക്കപ്പെട്ടില്ലെന്ന് പറഞ്ഞ ശേഷമാണ് പറയുന്നത്, ഗിലെയാദിൽ സുഗന്ധ തൈലമില്ലയോ? അവിടെ വൈദ്യനില്ലയോ? എൻ്റെ ജനത്തിൻ്റെ പുത്രിക്ക് രോഗശമനം വരാത്തത് എന്ത്? പ്രിയരെ, എല്ലാം ഉണ്ട്. വൈദ്യനുണ്ട്, തൈലമുണ്ട്, കാൽവരി കുരിശുണ്ട്, യേശു ക്രിസ്തുവുണ്ട്, രക്ഷകനായ യേശു ക്രിസ്തുവുണ്ട്, അവൻ്റെ പരിശുദ്ധ രക്തമുണ്ട്, അവൻ തരുന്ന ആത്മാവുണ്ട്. ഇതെല്ലാം ഉണ്ട്. പ്രിയപ്പെട്ടവരെ, എന്തു പ്രയോജനം? ദൈവത്തിന് സ്തോത്രം. ഞാനോ രക്ഷിക്കപ്പെട്ടില്ല എന്നുള്ള മുറവിളി കേൾക്കും. എഫേസ് ലേഖനം 5-ാം അധ്യായത്തിന് 16-ാമത്തെ വാക്യം, ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ വിനിയോഗിച്ചോളൂ. എഫേസ് ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചോൾവീൻ. ദൈവത്തിന് സ്തോത്രം. ഇരുളിൻ്റെ വ്യാപാരം നമ്മളെ കീഴടക്കുന്നതിന് മുമ്പ്, ഇരുൾ നമ്മളെ ഗ്രസിക്കുന്നതിന് മുമ്പ്, പിശാചൻ്റെ ആധിപത്യം നമ്മളിൽ വരുന്നതിന് മുമ്പ്, അവൻ നമ്മളെ ബന്ധനസ്ഥനാക്കുന്നതിന് മുമ്പ്, അവൻ നമ്മളെ ചങ്ങലയിട്ട് ബന്ധിച്ചു കൊണ്ടുപോകുന്നതിന് മുമ്പ് യേശുക്രിസ്തുവിലേക്ക് ചെല്ലുക. എല്ലാം വലിച്ചെറിയുക. പ്രിയപ്പെട്ടവരെ, എല്ലാത്തിനോടും യാത്ര പറയുക. എൻ്റെ ആത്മാവാണ് വിലപ്പെട്ടത്, എൻ്റെ ആത്മാവിൻ്റെ രക്ഷയാണ് വിലപ്പെട്ടത്. പോര പ്രിയരെ, എന്നെ ഏൽപ്പിച്ചൊരു ഭാര്യയുണ്ട്, എന്നെ ഏൽപ്പിച്ച മക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്. അവർ വറുതിയിൽ കഴിയുന്നത് ഞാൻ കാണുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവർ വറുതിയിൽ കിടക്കുകയാണ്. ഒരല്പ ജീവജലം കൊടുക്കാൻ എനിക്ക് പറ്റുമോ?
അവർക്ക് വേണ്ടി മുഴങ്കാലം അടക്കാൻ പറ്റുമോ? എൻ്റെ സഹോദരി സഹോദരന്മാരുണ്ട്, മുഴുവൻ വറുതിയിൽ കിടക്കുകയാണ്. അവർക്ക് ദൈവം വേണ്ട. അവർക്ക് അവരെക്കുറിച്ച് തന്നെ നല്ല മതിപ്പാണ്. എല്ലാവരുടെ മേലും പരീശത്വം വ്യാപരിച്ചിരിക്കുകയാണ്. ശത്രു ഇങ്ങനെ എല്ലാവരെയും മയക്കിക്കൊണ്ട് പോയിരിക്കുകയാണ്. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുണ്ട്? ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ ചെല്ലാൻ ആരെ കൊണ്ട് സാധിക്കുന്നുണ്ട്? ഇടിവിൽ നിൽക്കാൻ ഞാൻ നോക്കിയ ഒരാളെ പോലും കിട്ടിയില്ല എന്ന് പ്രവാചക പുസ്തകത്തിൽ കഴിയുന്നുണ്ട്. ഇടിവിൽ നിൽക്കാൻ ഒരാള്. ദൈവത്തിന് സ്തോത്രം. എന്തിനാണ് ഈ വിശ്രമിക്കാൻ പറയുന്നത്? എന്തിനാണ് ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുമെന്ന് പറഞ്ഞതിന് കാരണം, പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് തൻ്റെ ആത്മാവുള്ള വിശുദ്ധ വൈദങ്ങളെ ഇവിടെ ആവശ്യമാണ്. ദൈവത്തിൻ്റെ വേല ചെയ്യാൻ വേറെ വഴിയൊന്നുമില്ല. ദൈവത്തിന് നേരിട്ട് വന്ന് യേശുക്രിസ്തു രണ്ടാമതോടെ വന്നിട്ട് ഭൂമിയിൽ സുവിശേഷം പറയാൻ സാധ്യമല്ല. ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവര്, ജീവിതം വിശുദ്ധമായി സൂക്ഷിക്കുന്നവര്, പരിശുദ്ധാത്മാവുള്ളവര്, ജീവിത സാക്ഷ്യമുള്ളവര്, അവരെ കൊണ്ട് മാത്രമേ ദൈവത്തിൻ്റെ വേല ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കറിയാം, ആ ധനവാനായ മനുഷ്യന് അവിടെ പാതാളത്തിൽ കിടക്കുമ്പോൾ റെക്കമെൻഡേഷൻ കൊടുക്കുന്നുണ്ട്. എൻ്റെ 5 സഹോദരന്മാരവിടെ കിടക്കുന്നുണ്ട്, അവർ എന്നേക്കാൾ കുഴപ്പക്കാരാണ്. ആ ലാസറിനെ ഒന്ന് വിടാമോ? ലാസറിനെ ഒന്ന് സാക്ഷ്യം പറയട്ടെ. എന്താ ഉത്തരം എന്നറിയാമോ? അതിന് ലാസറിനൊന്നും പോകേണ്ട ആവശ്യമില്ല. അവിടെ മോശയും പ്രവാചകന്മാരും ഉണ്ടെന്നാണ് പറഞ്ഞത്. മനുഷ്യൻ മാനസാന്തരപ്പെടണമെങ്കിൽ മോശയുടെയും പ്രവാചകന്മാരുടെയും ശബ്ദം കേൾക്കണം. അവർ പറയുന്ന ശബ്ദം ഈ ക്രൂസിലേക്കാണ്. അവർ യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്നവരാണ്. അവരുടെ ജീവിതം കൊണ്ട് യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്നവരാണ്. അവർ യേശുക്രിസ്തുവിനെ അനുഭവിക്കുന്നവരാണ്. അവർ യേശുക്രിസ്തുവിന്റെ ക്രൂശിൻ ചൂട്ടിൽ ചെന്നവരാണ്. യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ വില അറിയാവുന്നവരാണ്. അവർക്ക് പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം ഉള്ളവരാണ്. പരിശുദ്ധാത്മാവിനെ ലഭിച്ചവരാണ്. അവർ ലോകത്തോട് യാത്ര പറഞ്ഞവരാണ്. വചനത്തെ മാനിച്ചവരാണ്. വചനത്തിന് വില കൊടുത്തവരാണ്. വചനം ഉൾക്കൊള്ളുന്നവരാണ്. അവർ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് ജീവിക്കുന്നവരാണ്. അവർ ക്രിസ്തുവിനെ അനുഭവിക്കുന്നവരാണ്. ക്രിസ്തുവിന്റെ വചനം നാവിലുള്ളവരാണ്. മനസാന്തരത്തിന്റെ വചനം അവരുടെ നാവിനകത്തുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, മോശയും പ്രവാചകന്മാരും ഭൂമിയിലുണ്ട്, അവരവരുടെ വേല ചെയ്യുന്നുണ്ട്, അവർക്ക് അവരുടെ വാക്കിന് വില കൊടുക്കട്ടെ എന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദുഷ്കാലമാണ്. കാലം നോക്കിയാൽ എല്ലാം ഒരുപോലെ ഇരിക്കുന്നു. ഉണ്ടായ കാലം തൊട്ട് രാവിലെയുണ്ട്, ഉച്ചയുണ്ട്, വൈകുന്നേരമുണ്ട്, സന്ധ്യയുണ്ട്, എല്ലാം പോകുന്നു. ഒരു ദൈവമുണ്ടോ? നമുക്കാർക്കൊന്നും അറിയാൻ പാടില്ലാത്ത രീതിയിലാണ് ലോകത്തിൻ്റെ പോക്ക്. നമ്മുടെ മക്കളുടെ പോക്ക് എങ്ങനെയാണ്? അവർക്ക് ദൈവവും വേണ്ട, ദേവനും വേണ്ട. എനിക്കറിയാവുന്നൊരു പയ്യൻ, അവന് ഇവിടെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ട് അവൻ കാനഡയ്ക്ക് പോവുക. ഞാൻ ചോദിച്ചതിൻ്റെ മോനെ, നീ എന്തിനാണ് കാനഡയ്ക്ക് പോണേ? 2 കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, എൻ്റെ അപ്പൻ്റെ കർശനമായ സ്വഭാവം രക്ഷപ്പെടണം എനിക്ക്. 2, ഈ കൂട്ടായ്മയിൽ നിന്ന് എനിക്കൊന്ന് രക്ഷപ്പെടണം. എന്തു പറയും പ്രിയപ്പെട്ടവരെ? അവന് കിട്ടിയ കാഴ്ചപ്പാടാണ്. അവൻ പോയി. നമുക്ക് എന്തെങ്കിലും ചിന്തിക്കാനുണ്ടോ? അവൻ്റെ ആത്മാവിന് ആരും ഉത്തരവാദിത്വം പറയും? ദൈവത്തിന് സ്തോത്രം ആർക്കെങ്കിലും മാറ്റാൻ പറ്റുമോ? അവൻ്റെ ഹൃദയത്തെ തറച്ചിരിക്കുന്ന ആശയമാണ്. 2 കാര്യങ്ങൾ അവന് അലർജിയാണ്. നമ്മുടെ മക്കളല്ലേ, കൂട്ടായ്മയെ പ്രസവിച്ച് വീണ മക്കളല്ലേ, എന്തേ അവർക്ക് ഇങ്ങനെയുള്ള ചിന്താഗതി വരുന്നു? ഞാൻ ഉത്തരവൊന്നും പറയുന്നില്ല, നിങ്ങൾ ചിന്തിച്ചു നോക്കണം. എന്താണ് ഇതിന് കാരണം? ഇവൻ്റെ ആത്മാവിന് ആര് സമാധാനം പറയും? ദൈവത്തിന് സ്തോത്രം. കാനഡയ്ക്ക് പോകുന്ന എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, സോദോമിൽ ആത്മീയനായി നിൽക്കാൻ കുറേ പാടാണ്. സോദോമിലേക്ക് പോകാം, പണം കിട്ടും, ഒക്കെ ശരിയാണ്. പക്ഷേ ആത്മീയനായി നിൽക്കാൻ, കുടുംബത്തെ രക്ഷിക്കാൻ, സാക്ഷ്യത്തോടെ നിൽക്കാൻ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. അല്ല, ദൈവം അങ്ങനെ വിട്ടാണെങ്കിൽ പൊയ്ക്കോളൂ, കുഴപ്പമില്ല. പ്രാഗൽഭ്യമുണ്ടോ? ദൈവത്തിന് സ്തോത്രം. എല്ലാവർക്കും എന്നോട് വൈരാഗ്യമാണ് ഞാനിങ്ങനെയൊക്കെ പറയുന്നതിൽ. ഞാൻ അനുഭവിക്കുന്ന സത്യമല്ല നിങ്ങളോട് പറയുന്നത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ലോകത്തിൻ്റെ സ്വാധീനം അത്ര വലുതാണ്. ഇരുളിൻ്റെ വ്യാപാരം അത്ര വലുതാണ്. ഇരുള് വ്യാപരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇരുളാൻ തോന്നുകയില്ല, തെറ്റാൻ തോന്നുകയില്ല, അതിൻ്റെ പിന്നിൽ പിശാചാൻ തോന്നുകയില്ല. ഞാൻ ഈയിടെയും പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തുവിനെ 40 ദിവസം ഉപവസിച്ചു. 40 ദിവസം ഉപവസിച്ച് കഴിഞ്ഞപ്പോൾ കർത്താവിന് വിശന്നു. മനുഷ്യനല്ലേ, വിശന്നു. അപ്പോൾ ഒരാൾ അടുത്ത് വന്നിട്ട് പറയുകയാണ്, നീ വിശപ്പില്ലേ, നിനക്ക് ഈ താഴെ കിടക്കുന്ന കല്ല് അപ്പമാകാൻ ഉള്ള കഴിവ് നിനക്കൊണ്ട്, ദൈവത്തിൻ്റെ പുത്രനല്ലേ നീ? ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്ത് അത് ചെയ്യേ. നിൻ്റെ നന്മയ്ക്ക് വേണ്ടി പറയുന്നു, എനിക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് ഒന്നുമില്ല. കേട്ടാൽ എന്തോ സുന്ദരമാണ്, എന്തൊരു അഭ്യുത കാംക്ഷി. ഞാൻ ചിന്തിക്കാനാണ്, സാധാരണ മനുഷ്യനാണെങ്കിൽ അതങ്ങ് ചെയ്യും അല്ലേ? വിശപ്പല്ലേ പ്രശ്നം? കർത്താവ് പറഞ്ഞു, വിശപ്പല്ല പ്രശ്നം, വിശപ്പല്ല നിൻ്റെ പ്രശ്നം. നിൻ്റെ വിശപ്പിന് പരിഹാരം തരാൻ ദൈവത്തിൻ്റെ വചനത്തിന് കഴിയും. യേശുക്രിസ്തുവിന് സെൻസ് ചെയ്യാൻ പറ്റി ഇത് പിശാചിൻ്റെ ആലോചനയാണെന്ന്. പ്രിയപ്പെട്ടവരെ, അതാണ് ആത്മാവുള്ള മനുഷ്യരുടെ ഏറ്റവും വലിയ ഗുണം. ആത്മാവുള്ള മനുഷ്യന്
അവന് വ്യക്തിയോട് പറഞ്ഞു കൊടുക്കും, മകനെ നീ തുടരുത്, നീ ഇതനുസരിക്കരുത്, ഇത് പിശാചിന്റെ ആലോചനയാണ്. വചനം എന്തു പറയുന്നു? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വചനം കൊണ്ടും ജീവിക്കുന്നു. യേശുക്രിസ്തു തളർന്നു വീണോ? ഈ വചനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ സാത്താൻ ലജ്ജിച്ചു പോയി. യേശുക്രിസ്തുവിന് ബലവും ശക്തിയും കിട്ടി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകമേ ശരണമല്ല. ലോകത്തിൻ്റെ പല കാര്യങ്ങളും നമുക്ക് ക്രിസ്തുവിനെ കൊണ്ട് സാധിപ്പിച്ചു കിട്ടും. നമുക്ക് ആവശ്യമായതെല്ലാം ദൈവം നമുക്ക് തരും. അതേക്കുറിച്ചൊന്നും ഒരു ഭാരം എടുക്കണ്ട. എന്ത് തിന്നും എന്ത് കുടിക്കുന്നൊന്നും നമുക്കൊരു വിഷയമുള്ള കാര്യമല്ല. അതൊക്കെ അവൻ നോക്കിക്കൊള്ളും. നിന്റെ ആത്മാവിന് കേട് വരാൻ നോക്കണം. ശത്രു നിന്നിൽ കയറാതിരിക്കാൻ നോക്കണം. ഇരുള് വ്യാപരിക്കാതിരിക്കാൻ നീ നോക്കണം. അത് നീ സൂക്ഷിച്ചേ പറ്റുള്ളൂ. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നീ എന്നിൽ ആശ്രയിച്ചാൽ, എൻ്റെ ദൈവമേ ഒന്ന് വിളിച്ചാൽ, പരിശുദ്ധാത്മാവ് നിനക്കുണ്ടെങ്കിൽ സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിനെ ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നിനക്ക് പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. നിനക്ക് അപ്പോൾ ആലോചന പറഞ്ഞു തരും. നിന്റെ കരം പിടിച്ച് നിന്നെ വഴി നടത്തും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഈ ആലോചനയാണോ നമുക്ക് കിട്ടുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? ലോകപ്രകാരം തെറ്റല്ലാത്തൊരു കാര്യമാണ്. ലോകത്തിലൊരു കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കുന്നു. ഒന്ന് ചോദിക്കാൻ പാടില്ല, കർത്താവേ ഇതെൻ്റെ ആത്മാവിന് ക്ഷീണം വരുന്നൊരു കാര്യമാണോ? ഇതിൽ ശത്രു വ്യാപരിക്കാനുള്ള സാധ്യതയുണ്ടോ? നീ എൻ്റെ കൂടെ വരുമോ? ഈ കാര്യത്തിൽ നീ എന്നെ സഹായിക്കുമോ? ഇല്ലെങ്കിൽ തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞേരെ. കല്യാണമുള്ള വരുന്നു, വെളിയിൽ പോകാനുള്ള ആഗ്രഹങ്ങൾ വരുന്നു. ഇതെല്ലാം കൊള്ളാം, കുഴപ്പമില്ല പ്രിയരെ, തെറ്റാന്ന് ഒരിക്കലും തോന്നുകയില്ല. ഇത് കർത്താവിനോട് ചോദിക്കണം. ആത്മാവുള്ള ദൈവത്തിൽ ചോദിക്കും, കർത്താവേ ഞാൻ പോകാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ പോയാൽ നീ എൻ്റെ കൂടെ വരുമോ? നീ എന്നെ വിട്ടുപിരിയാതെ യാക്കോബ് പറഞ്ഞ പോലെ അങ്ങോട്ട് പോയി തിരിഞ്ഞു മടങ്ങി വരുന്നവരെ നീ എൻ്റെ കൂടെ ഇരിക്കുവോ? നിനക്ക് വേണ്ടി ഞാൻ പോകാം, എനിക്ക് വേണ്ടി പോകണ്ട. പറയാൻ ചങ്കൂറ്റമുണ്ടോ പ്രിയപ്പെട്ടവരെ? അങ്ങനെയുള്ളവരെയാണ് ദൈവം കൈപിടിച്ച് നടത്തുന്നത്. വ്യക്തമായിട്ട് അവർക്ക് ആലോചന പറഞ്ഞു കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. ഇരുൾ അവരുടെ മേൽ വ്യാപരിക്കുകയില്ല, ഇരുൾ അവരെ കീഴടക്കുകയുമില്ല. അവർക്ക് വെളിച്ചം പകർന്നുകൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, തെസ്സലോനിക്കർക്ക് 1 ലേഖനം 5 എടുക്കാം. 2 വാക്യം തൊട്ട് വെച്ച്. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിൻ്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശമെന്ന് ഭവിക്കും. അതിൻ്റെ 6 വാക്യം കൂടെ. ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സ്വബോധവുമായിരിക്കാം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നമ്മുടെ ജീവിതകാലം ഉണർവുള്ളവരായി സുബോധമുള്ളവരായി ജീവിക്കണം. ആരായി സുബോധം തരുന്നത്? ദൈവാത്മാവുള്ളവർക്കാണ് ഈ സുബോധം കിട്ടുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിന് വേണ്ടി ദാഹിക്കുന്നവർക്കാണ് ഈ സുബോധം കിട്ടുന്നത്. ഈ ലോകമുണ്ട്, എനിക്ക് സൂചിച്ച് ജീവിക്കാം, എൻ്റെ ദൈവം മറന്ന് ജീവിക്കാം, പേരിന് കൂട്ടായ്മയ്ക്കൊക്കെ പോയി അതിനൊക്കെ പറഞ്ഞ് ജീവിക്കാം. പക്ഷേ സുബോധം ദൈവം തന്നിട്ടുണ്ട്. മകനെ, നിൻ്റെ ആത്മാവ് വിലയുള്ളതാണ്. നിൻ്റെ ആത്മാവിൽ എനിക്ക് വസിക്കാനുള്ളതാണ്. നിൻ്റെ ആത്മാവ് നിൻ്റെ ഹൃദയത്തിൽ വസിക്കാനുള്ളതാണ്. എനിക്ക് നിന്നെക്കൊണ്ട് വേല ചെയ്യിക്കേണ്ട അത്യാവശ്യമുണ്ട്. നിൻ്റെ നാവ് കൊണ്ട് പറയുന്ന വചനം ചിലരെ മാനസാന്തരപ്പെടുത്താൻ ഉപയോഗിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് നീ നിന്നേ പറ്റുകയുള്ളൂ. പക്ഷേ നീ മനസ്സില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? നീ പാപത്തോട് യാത്ര വരുന്നതിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നീ ലോകത്തിൻ്റെ പിന്നാലെ പോവുകയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നീ എൻ്റേതായി തീരണം. നീ എൻ്റെ കാൽപ്പാദത്തിൽ വരണം. ഇരുൾ പിടിക്കാതിരിക്കണമെങ്കിൽ പകൽ തീരാറായെങ്കിലും ഞാൻ നിനക്ക് വെളിച്ചമായിട്ട് വരും. ലോകമനുഷ്യന് പകൽ തീരാറായി, അന്ധകാരം വരികയാണ്. പക്ഷെ ഞാൻ നിൻ്റെ കൂടെ വരുമ്പോൾ ഈ ഇരുള് നിന്നെ പിടിക്കില്ല. നിനക്ക് എപ്പോഴും വെളിച്ചം തന്നെ ആയിരിക്കും. ഞാൻ നിൻ്റെ കരം പിടിക്കാമെന്നാണ് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. വെളിച്ചം പകർന്നുകൊണ്ട് മുന്നോട്ട് പോകും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അനേകരും ജീവിതത്തിൽ ഉറങ്ങുകയാണ്. എന്താ ഈ ഉറങ്ങുക എന്ന് പറഞ്ഞാൽ? ആത്മാവിൻ്റെ കാര്യത്തെക്കുറിച്ച് ചിന്തയില്ലാതെ ഉറങ്ങുകയാണ്. ആത്മാവിൻ്റെ കാര്യത്തെക്കുറിച്ച് ചിന്ത ചെയ്താതെ ഈ ലോകത്തിലെ കാര്യം മാത്രം ചിന്തിച്ചുകൊണ്ട്, പണത്തിൻ്റെ കാര്യം ചിന്തിച്ചുകൊണ്ട് സുഖലോലുപത്തിൽ മുഴുകി അങ്ങ് ജീവിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആത്മാവ് കിടന്ന് വേദനിക്കുന്നു, കർത്താവിനെ നോക്കി കരയുന്നു. ഈ മകനെ എനിക്ക് കിട്ടുകയില്ലല്ലോ, ഈ മകൻ്റെ ബന്ധനം എനിക്ക് സാധിക്കുന്നില്ലല്ലോ, ഈ മകൻ്റെ മേൽ അന്ധകാരം വ്യാപരിച്ചിരിക്കുകയാണല്ലോ, ഇതാ ശത്രു കെട്ടിക്കൊണ്ടങ്ങ് പോവുകയാണല്ലോ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കർത്താവിരുന്ന് കരയുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ വേദന നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, എന്നെ നോക്കി എൻ്റെ കർത്താവ് വേദനിക്കാൻ പാടില്ല. ഒരു ദിവസം പ്രിയപ്പെട്ടവരെ നാം കണക്ക് ബോധിപ്പിക്കേണ്ടി വരുന്നവരാണ്. ഇരുളിൻ്റെ വ്യാപാരത്തോട് യാത്ര പറയുക. തന്നെത്താൻ നാം വിശുദ്ധി പ്രാപിക്കും. തന്നെത്താൻ ദൈവസന്നിധിയിരിക്കും. തന്നെത്താൻ പാപം കണ്ടുപിടിക്കും. തന്നെത്താൻ പാപത്തോട് യാത്ര പറയും. ദൈവത്തോട് മാറ്റമില്ലാത്തൊരു തീരുമാനം പറയും. ഞാൻ നിൻ്റേതാണ്, എക്കാലവും ഞാൻ നിൻ്റേതാണ്. നിൻ്റെ കരം എൻ്റെ തലമിൽ വന്നേ പറ്റുകയുള്ളൂ. നീ എന്നെ വഴി നടത്തിയേ പറ്റുള്ളൂ. അന്ധകാരം എന്നെ പിടിക്കരുത്. പിതാക്കന്മാരുടെ ശാപം എൻ്റെ മേൽ ഇനിയും വാഴാൻ പാടില്ല. എൻ്റെ കർത്താവേ, എന്നെ കരം പിടിച്ച് നടത്തണമേ. ദൈവത്തിന് സ്തോത്രം.
ഇരുൾ മാറാത്ത എന്തുകൊണ്ടാണ്? നമുക്കൊന്ന് ആലോചിക്കാം. ഈ അന്ധകാരം നമ്മളിലേക്ക് വ്യാപരിക്കുന്നത് എന്തുകൊണ്ടാണ്? യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യം വായിക്കാം. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യം. എന്നെ അയച്ച പിതാവ് താനും എന്നെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ അവൻ്റെ ശബ്ദം ഒരു നാളും കേട്ടിട്ടില്ല, അവൻ്റെ രൂപം കണ്ടിട്ടില്ല. അവൻ്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതുമില്ല. അവൻ അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വ്യക്തമായ കർത്താവ് പറഞ്ഞു എന്താണ് ഇരുൾ നിങ്ങളെ പിടിക്കുന്നതിൻ്റെ കാരണം. ഇരുൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറാത്ത എന്തുകൊണ്ടാണ്? പാപത്തിനുമേൽ ജയമില്ലാത്ത എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് പ്രത്യാശയില്ലാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് സമാധാനമില്ലാത്ത എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനസ്സ് കലങ്ങുന്നത് എന്തുകൊണ്ടാണ്? ഈ കൂട്ടായ്മയിലൊക്കെ വന്നിട്ട് ഒരു സ്വസ്ഥത കിട്ടാത്ത എന്താണ്? വചനം കേൾക്കുമ്പോൾ സമാധാനമുണ്ട്, സ്വസ്ഥതയുണ്ട്, ഒക്കെ ശരി തന്നെ. പക്ഷെ സ്ഥിരമായിട്ടത് നിൽക്കുന്നില്ല. പല കാര്യങ്ങളിങ്ങനെ ആഞ്ഞടിക്കുകയാണ്, പല വിഷക്കാറ്റും ഇങ്ങനെ ആഞ്ഞടിക്കുകയാണ്. സ്വസ്ഥത നഷ്ടപ്പെട്ടു പോവുകയാണ്, പ്രത്യാശ നഷ്ടപ്പെട്ടു പോവുകയാണ്, മരണഭയം വരികയാണ്. എന്താണ് കാരണം? അവൻ്റെ ശബ്ദം നിങ്ങൾ കേട്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. യേശുക്രിസ്തുവിൻ്റെ ശബ്ദം നമ്മൾ കേട്ടിട്ടില്ല. യേശുക്രിസ്തു എന്ന് പറയുന്നത് സൃഷ്ടാവാണ്, വീണ്ടെടുപ്പുകാരനാണ്, എന്നെ രക്ഷിക്കാൻ കഴിയുന്നവനാണ്. അവനാണ് വിളിക്കുന്നുള്ള ബോധമില്ല. യോഗത്തിന് വരുന്നുണ്ട്, വചനം കേൾക്കുന്നുണ്ട്. എൻ്റെ പ്രിയരെ, അതൊരു വേറൊരു കാര്യമാണ്. എന്നാൽ അത് എൻ്റെ യേശുവിൻ്റെ ശബ്ദമാണെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? എൻ്റെ രക്ഷകൻ്റെ ശബ്ദമാണ്, എന്നെ മെനഞ്ഞവൻ്റെ ശബ്ദമാണ്, എന്നെ സ്നേഹത്തോട് വിളിക്കുന്നവൻ്റെ ശബ്ദമാണ്. ഈ വചന കേൾവി പോലും ദൈവിക ശബ്ദമാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? എൻ്റെ പ്രിയരെ, ചിന്തിക്കണം. നമുക്ക് അങ്ങനെ ഒരു അത്യാവശ്യബോധമില്ല. എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കൊന്ന് അറിയണം. എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥയിൽ നിന്ന് എനിക്കൊരു മോചനം കിട്ടണം. ശത്രുവിൻ്റെ പിടിയിൽ നിന്ന് എനിക്ക് മോചനം വേണം. പൈശാചികമായ പല ബന്ധനങ്ങളും എൻ്റെ ജീവിതത്തിലുണ്ട്, എൻ്റെ കുടുംബത്തിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടിയാണ് യോഗത്തിന് വരേണ്ടത്. ദൈവശബ്ദം കേൾക്കാനാണ് യോഗത്തിന് വരേണ്ടത്. ആര് പ്രസംഗിച്ചെന്നുള്ള ഒരു വിഷയമേ അല്ല. ആരിൽ കൂടെ ആയിക്കോട്ടെ, നമ്മളവരെ നിൽക്കേണ്ട ആരാവശ്യവുമില്ല. ദൈവത്തിൻ്റെ ശബ്ദം. മകനെ, മകളെ, നിനക്ക് മാനസാന്തരം വേണമെങ്കിൽ, നിനക്ക് രക്ഷ വേണമെങ്കിൽ, നിനക്ക് യേശുവിനെ കാണണമെങ്കിൽ നീ പരിസരം നോക്കാതെ യേശുവിൻ്റെ ശബ്ദത്തിന് വേണ്ടി നീ കാത്തിരിക്കുക. നീ പ്രാർത്ഥനയോടെ വരിക. കർത്താവേ, എന്നോട് ഇടപെടണമേ, എൻ്റെ ഹൃദയം ഒന്ന് തുറന്നു തരണമേ, എന്നിൽ വ്യാപരിക്കുന്ന ശക്തിയുടെ ആഴം എനിക്കൊന്ന് മനസ്സിലാക്കി തരണമേ, എൻ്റെ ബന്ധനം എനിക്കൊന്ന് അഴിച്ചു തരണമേ, ഒരു സമാധാനം എനിക്ക് തരണമേ. തൽക്കാലത്തേക്കുള്ളതല്ല, മരണത്തോളം നിത്യതയുള്ള കാര്യമാണ്. എല്ലാവർക്കും തൽക്കാലമുണ്ട്. രോഗം വരുമ്പോൾ ഓടി വരും, ദൈവമക്കളോട് പറയും, പ്രാർത്ഥിക്കണമെന്ന് പറയും. വലിയ പ്രാർത്ഥനയും വിശ്വാസമൊക്കെയാണ്, ഉപവാസമൊക്കെ ഉണ്ട്. പക്ഷേ രോഗസൗഖ്യം കിട്ടുമ്പോൾ പിന്നെ ആളെ കാണില്ല. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതാണോ ആത്മാവിൻ്റെ അവസ്ഥ? ഇതാണോ ക്രിസ്ത്യ ജീവിതം? ശരിയാണ്, ക്രിസ്ത്യ ജീവിതത്തിനിടയ്ക്ക് രോഗം വന്നെന്നിരിക്കും, കടം വന്നെന്നിരിക്കും, മക്കളുടെ പ്രശ്നം വന്നെന്നിരിക്കും, എല്ലാം വരാം. പക്ഷേ അതൊന്നും എന്നെ കുലുങ്ങൂല. അതൊന്നും എൻ്റെ രക്ഷകനെ വിട്ടിട്ടുള്ള പരിപാടിയല്ല. ദൈവത്തോടു കൂടി കടം വരട്ടെ, ദൈവത്തോടു കൂടി രോഗം വരട്ടെ, ദൈവത്തോടു കൂടി പ്രശ്നം വരട്ടെ, നോക്കാൻ ഒരാളുണ്ട്, കൈകാര്യം ചെയ്യാൻ ഒരാളുണ്ട്, ശരിയാക്കാൻ ഒരാളുണ്ട്. അല്ല, കടം മാറുന്നില്ലയോ? എന്തെങ്കിലും കാര്യം കാണും അതിനകത്ത്. ആപത്ത് വരുന്നു, തിരിഞ്ഞു നോക്കണം. എന്താണ് ആപത്ത് വന്നത്? എൻ്റെ കർത്താവിൻ്റെ കരം മാറിപ്പോയോ? ശത്രു കയറി അടിച്ചോ? ഇരുള് വ്യാപരിച്ചോ? എന്താ കാര്യം കർത്താവേ? വാസ്തവമായി നിങ്ങൾ ആത്മാർത്ഥയോടെ ദൈവസന്നിധിയിരുന്ന് നിങ്ങൾ ചോദിച്ചാൽ തീർച്ചയായും നിങ്ങൾക്കത് മനസ്സിലാവും. കർത്താവിൻ്റെ കരം മാറാതെ ശത്രു കയറിയില്ല. വളരെ വ്യക്തമാണ്, കൃത്യമാണ്. ഇന്ന് എത്ര പേര് തിരിഞ്ഞു നോക്കുന്നുണ്ട്? നിസ്സാരമെന്ന് തോന്നുന്ന ഓരോ കാര്യത്തിലും പിശാചിൻ്റെ വ്യാപാരമുണ്ടോ? ഇരുൾ വ്യാപരിച്ചോ? നോക്കാൻ പാടില്ലേ? എൻ്റെ ദൈവത്തിൻ്റെ മുഖം മ്ലാനമാണോ? കർത്താവ് എന്നെ നോക്കി കരയുകയാണോ? എൻ്റെ സംസാരം ശരിയായില്ലല്ലോ, എൻ്റെ നോട്ടം ശരിയായില്ലല്ലോ, എൻ്റെ ചിന്ത ശരിയായില്ലല്ലോ, എൻ്റെ മനോഭാവം ശരിയായില്ലല്ലോ എന്ന് കണ്ടുപിടിക്കുന്ന എത്ര പേരുണ്ട്? ദൈവത്തിന് സ്തോത്രം. അവൻ്റെ ശബ്ദം കേട്ടിട്ടില്ല. യേശു ക്രിസ്തുവിൻ്റെ ശബ്ദമാണെങ്കിൽ തീർച്ചയായും നമ്മളതിന് വില കൊടുക്കും. എൻ്റെ സൃഷ്ടാവിൻ്റെ ശബ്ദമാണെങ്കിൽ ഞാൻ വില കൊടുക്കും. തീർച്ചയായും പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്ക്, നമ്മൾ വില കൊടുക്കുന്നത് സാധാ മനുഷ്യൻ്റെ വചനം കേൾക്കുന്ന പോലെ കേട്ടാൽ നമ്മളതിന് വില കൊടുക്കില്ല. ഒരു ദിവസത്തേക്ക് നിൽക്കും, അത് കഴിയുമ്പോൾ പിന്നെയും പോകും. ദൈവത്തിന്. എന്നാൽ അങ്ങനെയല്ല. അധികം വചനം കേട്ടില്ലേലും സാരമില്ല. കേട്ട വചനം ശ്രദ്ധയോടെ നീ ഉൾക്കണ്ടാൽ അതിൽ കൂടെ നിനക്ക് രക്ഷ കിട്ടും. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത് പറയുന്നു, അവൻ്റെ രൂപം നീ കണ്ടിട്ടില്ല. അത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. യേശു ക്രിസ്തുവിൻ്റെ രൂപം കാണാൻ പറ്റുമോ? പറ്റും. ആർക്ക്? എല്ലാം വിട്ടു വിരിഞ്ഞവർക്ക് കാണും. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. ഒരു പാട്ടൊക്കെ ഉണ്ട്. ആ പാട്ട് പാടുമ്പോൾ
ഞാൻ സങ്കടപ്പെടാറുണ്ട്. പാട്ട് പാടുന്നവർക്കൊന്നും യേശുവിനെ കാണുന്ന താല്പര്യമില്ല, യേശുവിനെ കണ്ടിട്ടുമില്ല. പാട്ട് പാടുന്നവർ നല്ല ഗംഗേയമായിട്ട് മ്യൂസിക്കൊക്കെ വെച്ചിട്ട് പാട്ടൊക്കെ പാടും, കേൾക്കുന്നവർക്കൊക്കെ രസമാണ്. പാട്ട് പാടുന്നവരെങ്കിലും യേശുവിനെ കണ്ടിട്ടുണ്ടോ? യേശുവിനെ കാണണമെന്ന് ആഗ്രഹമുണ്ടോ? പഴയ പാട്ടാ, ഇപ്പോഴൊന്നും അവന് വലിയ പ്രസക്തിയൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ രൂപം കണ്ടിട്ടില്ല. കർത്താവ് പറയുന്നു, നീ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇരുൾ മാറാത്തതിന് കാരണം നീ യേശുവിനെ കണ്ടിട്ടില്ല. യേശുവിനെ കണ്ടവർ പാപത്തിന് പിന്നാലെ പോവുകയില്ല. യേശുവിനെ കണ്ടവർ ലോകത്തിന് പിന്നാലെ പോവുകയില്ല. യേശുവിനെ കണ്ടവർ ഈ ലോകത്തിന് വേണ്ടി ജീവിക്കത്തുമില്ല. യേശുവിനെ കണ്ടവർ അവൻ്റെ പിന്നാലെ വരും. നമുക്കറിയാമല്ലോ, കണ്ണുകുരുടനായ ഒരുത്തന്നെ യേശുവിൻ്റെ വരുന്ന ശബ്ദം കേട്ടു. ശബ്ദം കേട്ടപ്പോഴത്തേക്ക് കൂട്ടുകാരൊക്കെ പറഞ്ഞു, നീ അടങ്ങാതിരിക്കും, ശബ്ദം ഉണ്ടാക്കാമെന്ന്. ഇവൻ ദാവീദുപുത്രൻ എന്നോട് കർണമോദനം നിലവിളിച്ചു. ഈ ശബ്ദം യേശു കേട്ടു. അവനെയും കൊണ്ടുവരാൻ പറഞ്ഞു. എന്നോട് എടുത്ത് വാക്കി ചോദിക്കുന്നു, നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, എനിക്ക് കണ്ണുകാഴ്ച കിട്ടണമെന്ന് പറഞ്ഞു. കണ്ണുകാഴ്ച അവന് കൊടുത്തു. അടുത്തത് എന്നറിയാം, അവൻ യേശുവിൻ്റെ പിന്നാലെ പോയി. ഇന്ന് അനേകർക്ക് അത്ഭുതം കിട്ടിയാലും സൗഖ്യം കിട്ടിയാലും യേശുവിൻ്റെ പിന്നാലെ പോവില്ല. അവർ തിരിച്ച് വീട്ടിലേക്ക് പോകും. അപൂർവം ചിലരൊക്കെ ഉണ്ട് യേശുവിനെ കണ്ട് മാനിച്ചവർ. ഇവനാരാന്ന് മനസ്സിലായി. ആർക്കും ചെയ്യാൻ വയ്യാത്ത സൗഖ്യം എൻ്റെ ദൈവം എനിക്ക് തന്നു. ഇവൻ്റെ പിന്നാലെ ഇനിയുള്ള യാത്ര. എത്ര പേർ തീരുമാനമെടുത്തു? വീട് വിൽക്കണമെന്ന് പറഞ്ഞോ? ജോലി കളയണമെന്ന് പറഞ്ഞോ? സമ്പാദ്യം വയ്ക്കണമെന്ന് പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ പൈസ നിങ്ങളുടെ ഇരിക്കട്ടെ. പക്ഷെ നിങ്ങളുടെ ഹൃദയം ഇവിടെ കിടക്കുന്നു. നിങ്ങളുടെ ആത്മാവിൻ്റെ രക്ഷ നിങ്ങൾക്ക് വിഷയമാണോ? ഇരുള് വരുമെന്ന് കേട്ടിട്ട് വല്ല കൂസലുണ്ടോ? മരണം പടിവാതിക്കലാണെന്ന് കേട്ട് വല്ല കൂസലുണ്ടോ? കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് ആര് വിശ്വസിക്കുന്നു? ഒരു മനുഷ്യനും വിശ്വസിക്കുന്നില്ല. വിശ്വസിച്ചാൽ അതിനുണ്ട ഒരുക്കം നമ്മൾ നടത്തും. കർത്താവ് രണ്ടാം വരുമ്പോൾ എനിക്ക് പറക്കണമെന്നുള്ളവൻ അവൻ ഒരുങ്ങിയിരിക്കും, അല്ലെങ്കിൽ അവൻ വിശ്വസിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ അവൻ്റെ രൂപം കണ്ടിട്ടില്ല. പിന്നെ അവൻ്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നില്ല. വചനം ഉള്ളിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഉള്ളിൽ വേണ്ടാത്തതെല്ലാം ഇരുന്നാൽ വചനം കയറില്ല. വചനം കേൾക്കുമ്പോൾ നമുക്ക് പാപബോധം കിട്ടുമ്പോൾ എല്ലാം വലിച്ചെറിയാൻ മനസ്സില്ലെങ്കിൽ ഈ വചനം യാത്തിരിക്കത്തില്ല. ആ വചനമാണ് നമ്മുടെ പ്രശ്നം വരുമ്പോൾ നമുക്ക് ആലോചന പറഞ്ഞിരുന്നത്. വചനം എന്ന് പറഞ്ഞാൽ ക്രിസ്തു തന്നെ. ദൈവം ഹൃദയത്തിൽ വേണമെന്ന് എത്ര പേർക്ക് നിർബന്ധമുണ്ട്? എല്ലാം വിട്ടു വീഴുന്നുള്ള പേടിയോ? എന്തിനു പേടിക്കണം? ഇതിനേക്കാളൊക്കെയും വിലപ്പെട്ട നിധിയായ ആ സ്വർഗം എൻ്റെ ഹൃദയത്തിലേക്ക് വരുന്നതിൽ എന്തിനു പേടിക്കണം? ദൈവത്തിന് സ്തോത്രം. അവൻ്റെ വചനമുള്ളിൽ വസിക്കുന്നില്ല, അവൻ്റെ ജീവനുള്ളിൽ വസിക്കുന്നില്ല. അവനെ മാനിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല, ആദരിക്കുന്നില്ല. അവന് വേണ്ടി ഒന്നും വിടാൻ തയ്യാറുമല്ല. അതുകൊണ്ട് എന്ത് പറ്റുന്നു? ഇരുൾ വ്യാപരിക്കുന്നു. പിന്നെ നാലാമത്തെ കാര്യം, അവൻ്റെ അടുക്കൽ വന്ന് ജീവൻ പ്രാപിക്കുന്നില്ല. കൂട്ടായ്മയ്ക്ക് വരുന്നുണ്ട്, വചനം കേൾക്കാൻ വരുന്നുണ്ട്, യേശുവിൻ്റെ അടുക്കലല്ല വരുന്നത്. എൻ്റെ പ്രിയരെ, നിങ്ങളിത് മനസ്സിലാക്കുന്നുണ്ടോ? ഞാൻ യേശുക്രിസ്തുവിൻ്റെ അടുക്കലാണ് വരുന്നത്. യേശുക്രിസ്തു എന്നോട് പറയുന്ന കേൾക്കാനാണ് ഞാൻ വരുന്നത്. അവൻ എന്നോട് ആവശ്യപ്പെടുന്നതൊക്കെയും അനുസരിക്കാനാണ് ഞാൻ വരുന്നത്. ഈ നിർബന്ധം എത്ര പേർക്കുണ്ട്? കേൾക്കുന്ന വചനം എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവമാക്കിയേ പറ്റുള്ളൂ. എനിക്കധികം കാലമില്ല. ഇതാ ഇരുൾ വ്യാപരിക്കാൻ പോവുകയാണ്. ഏത് സമയത്തും മരണം വരാം. അപ്പോൾ പിശാചിൻ്റെ ദൂതന്മാർ വന്ന് എന്നെ ചങ്ങലയിട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ യേശുക്രിസ്തുവിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ശത്രു അവകാശം പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ യേശുക്രിസ്തുവിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ലജ്ജിതനായിട്ട് അവിടെ നിൽക്കാനേ പറ്റുള്ളൂ. എൻ്റെ പ്രിയരെ, ഇതൊന്നും മനസ്സിലാക്കണം. നല്ല കാലത്ത്, ആരോഗ്യമുള്ള കാലത്ത്, സുബോധമുള്ള കാലത്ത്, പാപം കണ്ട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ പറ്റിയ കാലത്ത്, യേശുവിനോട് ഉടമ്പടി പറയാൻ പറ്റിയ കാലത്ത്, യേശുവിനോട് വാക്ക് പറയാൻ പറ്റിയ കാലത്ത്, യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ പറ്റിയ കാലത്ത് യേശുവിനായ ജീവിതം വിട്ടുകൊടുക്കുക. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവിശ്വാസം പിന്നെ ഇരുൾ വ്യാപരിക്കാൻ കാര്യം എന്നറിയാം. അവിശ്വാസം. ഈ വചനം കേൾക്കുന്നൊക്കെ അല്ലാതെ ഒന്നും വിശ്വസിക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആയുസ് പാഴാക്കി കളയരുത്. ഒരു നിസ്സാര ജീവിതം എൻ്റെ ദൈവത്തിന് സ്തോത്രം. അവൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. ദൈവനാമം മാത്രം മഹത്വപ്പെടാനിടയാകട്ടെ.